മുൻ മന്ത്രിക്കെതിരായ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. സംഘത്തിൽ ഡിവൈഎസ്പി വേണുഗോപാലിനെയും 3 സിഐമാരെയും ഉൾപ്പെടുത്തി. ഒരു സംഘം ബാബുവിന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകും. മറ്റൊരു സംഘം ബാബുവിന്റെ ഇടപാടുകൾ അന്വേഷിക്കാൻ വിദേശത്തേക്കും പോകും. വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 3 സിഐമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് സംഘം വിപുലീകരിച്ചത്. ഇതോടെ ബാബുവിന്റെ സ്വത്തുവിവരം അന്വേഷിക്കുന്ന ടീമുകളുടെ എണ്ണം 5ആയി. തമിഴ്നാട്ടിലെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കുന്നതിനും വിദേശയാത്രകൾ അന്വേഷിക്കുന്നതിനുമാണ് പുതിയ 2 ടീമുകൾ കൂടി രൂപീകരിച്ചത്. തേനിയിലെ തോട്ടം സംബന്ധിച്ച വിവരങ്ങൾ തേടി വിജിലൻസ് തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി. ആണ്ടിപ്പെട്ടി താലൂക്കിലെ കടുമലൈക്കുണ്ട് രജിസ്ട്രാർക്കാണ് വിജിലൻസ് കത്ത് നൽകിയത്. മറുപടി ലഭിച്ച ശേഷം ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോകും. ഒപ്പം ബാബുവിൻ്റെയും ബന്ധുക്കളുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും ബിനാമികളുടെയും വിദേശയാത്രകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് വിജിലൻസ്. 2013ലും 2015ലും ബാബു മന്ത്രിയായിരിക്കെ നടത്തിയ 2 വിദേശയാത്രകളാണ് അന്വേഷിക്കുന്നത്. 2015ലെ വിദേശയാത്ര വിഴിഞ്ഞം തുറമുഖ കരാർ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായിരുന്നു. ഭാര്യയുമൊത്ത് സിംഗപ്പൂർ തുറമുഖത്തേക്ക് ബാബു നടത്തിയ വിദേശയാത്രയുടെ ലക്ഷ്യം സംശയാസ്പദമാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിനു പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി സിംഗപ്പൂരും മലേഷ്യയും സന്ദർശിച്ചു. ബാബുവിൻ്റെ മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗം 54 തവണയാണ് വിദേശയാത്ര നടത്തിയത്. ബാബുവിൻ്റെ ബിനാമി എന്ന് വിജിലൻസ് സംശയിക്കുന്ന നന്ദകുമാറും ഇതേ സ്ഥലങ്ങളിലേക്ക് നിരവധി തവണ വിദേശയാത്രകൾ പോയിട്ടുണ്ട്. വിദേശത്ത് ഇവർ നടത്തുന്ന ചില വ്യവസായങ്ങളിൽ ബാബുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിജിലൻസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹരിയാനയിൽ പോലീസിന്റെ ബീഫ് ബിരിയാണി വേട്ടയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗോവധ നിരോധനം ഉയർത്തിക്കാട്ടി പോലീസ് ബിരിയാണി കടകൾ മുഴുവനായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പശുവിറച്ചി ഉപയോഗിക്കാറില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും പോലീസ് ചെവിക്കൊള്ളില്ലെന്ന് കച്ചവടക്കാർ ആരോപിച്ചു. പെരുന്നാൾ കൂടി അടുത്തതോടെ കൊടും പട്ടിണിയിലാണ് കച്ചവടക്കാർ. സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ഹരിയാനയിൽ പ്രതിഷേധം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ മനുശങ്കർ നൽകും. വിവരങ്ങൾ. അഞ്ജു, ഹരിയാനയിൽ പോലീസിന്റെ ബീഫ് ബിരിയാണി വേട്ടയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് BJP അധികാരത്തിലേറിയ ശേഷം ഗോമാംസ വിൽപ്പനയും ഗോവധവും നിരോധിച്ചിരുന്നു. ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് ഹരിയാന റോത്തക്കിലെയും മറ്റും നൂറുകണക്കിന് ബിരിയാണി കടകൾ അടപ്പിക്കുന്നത്. നിലവിൽ ഇവർ വിൽക്കുന്ന ബിരിയാണിയിൽ ഗോമാംസവും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് ഈ കടകൾ അടപ്പിക്കുന്നത്. എന്നാൽ കച്ചവടക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, തങ്ങൾ കോഴിയിറച്ചിയും പോത്തിറച്ചിയും മാത്രമാണ് ബിരിയാണിയിൽ ഉൾപ്പെടുത്താറുള്ളത്, ഗോമാംസം ഉൾപ്പെടുത്താറില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നുമില്ല. നിലവിൽ ലാലാ ലജ്പത് ഹിസാറിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ബിരിയാണിയുടെ സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് ഈ പ്രതിഷേധത്തിനൊക്കെ ശേഷം പോലീസ് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെ ഈ സാമ്പിളുകൾ പരിശോധിക്കാനോ ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവിടാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാമത് പെരുന്നാളും മറ്റും അടുത്തിരിക്കുകയാണ്. അതിനാൽ ഈ തങ്ങളുടെ ജീവിത ഉപാധിയായിരുന്ന ഈ കടകളിൽ 50% കടകളും ഈ കച്ചവടക്കാരുടെ അടച്ചിരിക്കുകയാണ്. കൂടാതെ ഇവരുടെ ബിരിയാണി പാത്രങ്ങളും മറ്റും പോലീസ് പിടികൂടി കൊണ്ടുപോയിട്ടുമുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര നേതൃത്വത്തിൽ ഈ സ്ഥലത്തെത്തി വൻ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. വിവിധ നേതാക്കൾ ഈ പ്രകടനത്തിൽ പങ്കുചേർന്നു. നിലവിൽ പോലീസ് നടപടിക്ക് പിന്നാലെ ഗോരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ബിരിയാണി കടകൾക്ക് നേരെ ആക്രമണവും നടക്കുന്നുണ്ട്. എന്തായാലും ഒരു 50% കടകളും അടച്ചിട്ട നിലയിലാണ്. ഇവരുടെ വിൽപ്പന പൂർണ്ണമായി നിലച്ച നിലയിലാണ്. പെരുന്നാൾ കൂടി അടുത്തതോടെ ഇവർക്ക് കച്ചവടം ഒന്നും നടക്കാതെ പട്ടിണിയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് ഹരിയാനയിലെ ബിരിയാണി കച്ചവടക്കാർ ഉള്ളത്. അഞ്ജു, ശരി, വ്യക്തമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എംബ്രാർ 145 ജെറ്റ് വിമാന ഇടപാടിൽ അഴിമതി നടന്നെന്ന ആരോപണത്തെ തുടർന്ന് അന്വേഷണത്തിന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗമായ DRDO ഉത്തരവിട്ടു. 2008-ൽ UPA സർക്കാരിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമാനം കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഇതിനകം ബ്രസീലും US-ഉമാണ് അന്വേഷണം ആരംഭിച്ചിരുന്നു. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്തെ ജെറ്റ് വിമാന ഇടപാടിൽ വൻ അഴിമതി നടന്നിരുന്നുവെന്നാണ് ബ്രസീലിയൻ പത്രമായ ഫോളോ ഡി സാവോ പോളോ റിപ്പോർട്ട് ചെയ്തത്. 2008-ൽ UPA സർക്കാരിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. കരാർ പ്രകാരം 2 വിമാനങ്ങൾ ഇന്ത്യക്ക് ബ്രസീൽ കൈമാറിയിരുന്നു. മറ്റുള്ള ഒരെണ്ണം പിന്നീട് ഇന്ത്യക്ക് കൈമാറാനും തീരുമാനിച്ചു. ഇന്ത്യ ഈ വിമാനങ്ങൾ വാങ്ങിയത് $208 മില്യൺ. ഇതേ വിമാനങ്ങൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക് വാങ്ങിയതാകട്ടെ $94 മില്യൺ. ഇതിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് തന്നെ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് അന്വേഷണത്തിന് വഴിവെച്ചത്. നേരത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമാനം കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഇതിനകം ബ്രസീലിലും US-ലും അന്വേഷണം ആരംഭിച്ചിരുന്നു.
ഇന്ത്യയുമായി ഇടപാട് നടത്താൻ ഒരു ഇടനിലക്കാരൻ വൻ തുക കമ്മീഷൻ വാങ്ങിയതായും പത്രം ആരോപിക്കുന്നു. ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എംബ്രാർ 145 ജെറ്റ് വിമാന ഇടപാടിലെ ഇടനിലക്കാരൻ ആരാണെന്ന വിവരം എന്നാൽ പത്രം പുറത്തുവിട്ടില്ല. അതേസമയം ആരോപണങ്ങൾ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി നിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകശ്മീരിലെ ഹദ്വാരയിൽ ഭീകരാക്രമണം, 3 ഭീകരരെ പോലീസ് വധിച്ചു. ഒരു പോലീസുകാരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. നാളെയും മറ്റന്നാളുമായി ATMകളിൽ പണം നിറയ്ക്കുമെന്ന SBTയുടെ കറൻസി ചെസ്റ്റ് ബ്രാഞ്ചുകൾ തുറക്കാൻ റിസർവ് ബാങ്കിന്റെ അനുമതി. 70 കറൻസി ചെസ്റ്റ് ബ്രാഞ്ചുകളാണ് തുറക്കുക. വിവരങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പണം ഇടപാടിലുണ്ടായ ചില കല്ലുകടികൾ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്ന് SBT ഉറപ്പു നൽകിയിരിക്കുകയാണ്. നാളെ തന്നെ പണം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഇടപാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ജു. കാരണം തുടർച്ചയായ അവധി ദിനം വരികയും ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങളും വ്യാപകമായി നൽകുകയും കൂടാതെ മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനുകൾ സർക്കാർ കൊടുത്തു തീർക്കുകയും ചെയ്തതോടുകൂടി നിലവിൽ ജനങ്ങളുടെ കൈവശം ഒരുപാട് പണം വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തുടർച്ചയായ ബാങ്ക് അവധിയും ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വൻതോതിലുള്ള പണം പിൻവലിക്കൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. തുടർന്ന് മുഴുവൻ പണവും നിക്ഷേപിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പല ബാങ്കുകളിലും പല ATMകളിലും വലിയ രൂപത്തിലുള്ള പിൻവലിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കൊല്ലം കടപ്പാക്കടയിൽ 6 മണിക്കൂർ കൊണ്ട് 42 ലക്ഷം രൂപയോളമാണ് പിൻവലിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ SBT ഇത്തരത്തിൽ പണം നിറയ്ക്കുന്നതിനുള്ള ഇടപാടുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 70ഓളം SBTയുടെ ചെസ്റ്റ് ബ്രാഞ്ചുകൾ, അതായത് റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം സൂക്ഷിക്കുന്ന ബാങ്കുകളാണ്. അത് തുറക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതി വേണം. ആ ബ്രാഞ്ചുകൾ തുറക്കുന്നതിനുള്ള അനുമതി റിസർവ് ബാങ്ക് ഇപ്പോൾ SBTക്ക് നൽകി. ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും SBT വൃത്തങ്ങൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. 11, 12, 13 തീയതികളിലും ആവശ്യമെങ്കിൽ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കും. കൂടാതെ കാനറ ബാങ്കിന്റെ കേരളത്തിൽ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് ചുമതലയുള്ളത് കാനറ ബാങ്കിനാണ്. കാനറ ബാങ്കിൽ നിന്നുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇത് സംബന്ധിച്ച് ജനറൽ മാനേജറുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എല്ലാ ബ്രാഞ്ചുകളിലും ATMകളിലും പണം ഉണ്ടാവണമെന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു അറിയിപ്പ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബ്രാഞ്ചുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് കാനറ ബാങ്കിന്റെ ജനറൽ മാനേജർ ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായി തന്നെ ഇടപെടുന്നുണ്ട് അഞ്ജു. എന്തായാലും പണം ചില ബ്രാഞ്ചുകൾ മാത്രമാണ് ഇത്തരത്തിൽ പണം ഇല്ല എന്നുള്ള തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുന്നത്. ഇടപാടുകാർ കൂടുതലുള്ള അത്തരത്തിലുള്ള ബ്രാഞ്ചുകളിൽ പണം നിറയ്ക്കാനുള്ള ഇടപെടൽ ഇന്നും നാളെയും എല്ലാമായി നാളെയോടുകൂടി ഉണ്ടാകും എന്നാണ് ബാങ്ക് നമ്മളെ അറിയിക്കുന്നത് അഞ്ജു. ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. VS അച്യുതാനന്ദൻ ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറി. മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ ശബ്ദ സംപ്രേഷണം. ഹലോ. VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറിയതിനു ശേഷം ഇപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുമെന്ന് മന്ത്രി KT ജലീൽ. എല്ലാ ബ്ലോക്കുകളിലും 3 വന്ധ്യംകരണ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും വന്ധ്യംകരണത്തിന് ആവശ്യമായ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള നിയമം തന്നെ അതിനനുശാസിക്കുന്നുണ്ട്. ഡേഞ്ചറസ് ആൻഡ് ഫെറോഷ്യസ് ആയിട്ടുള്ള നായ്ക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പ്രിവെൻഷൻ ഓഫ് ആനിമൽസ് അഗെയിൻസ്റ്റ് ക്രൂവാലിറ്റീസ് എന്ന് പറയുന്ന നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം അറിഞ്ഞിരുന്നു. പക്ഷേ അത് കൊടുക്കുന്ന ആളുകൾ, നിലവിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ആ നിയമക്കുരുക്കിൽ പോയി പെടേണ്ട എന്ന് ഭയപ്പെട്ടത് കൊണ്ടാവാം ഇത് കൊടുക്കുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫെറോഷ്യസ് ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള നായ്ക്കളെ ആളുകൾ തന്നെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കഴിയുന്നത് പോലെയും ആളുകൾ അവർക്ക് കഴിയുന്നത് പോലെയും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷനാണ്.
മാൾട്ട രോഗം ബാധിച്ച കന്നുകാലികളെ ദയാവധം ചെയ്യാൻ തീരുമാനം. മണ്ണുന്തി സർവകലാശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ദയാവധം ഏത് രീതിയിൽ വേണമെന്ന തീരുമാനം മൃഗസംരക്ഷണ ബോർഡിന് വിട്ടു. ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, വളരെ ഗുരുതരമായ ഒരു രോഗം, അത് ഒടുവിൽ കന്നുകാലികളെ ദയാവധം നടത്തുക എന്ന ഒരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നു. എന്താണ് യോഗത്തിലെ മറ്റു തീരുമാനങ്ങൾ? ഈ ദയാവധം അത് എപ്പോൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അഞ്ചു ഒരാഴ്ചക്കുള്ളിൽ ഈ 84 കന്നുകാലികളെയും ദയാവധത്തിന് വിധേയമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടത്. എന്നാൽ ഏത് തരത്തിൽ ഇത് നടപ്പാക്കണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് രൂപീകരിക്കേണ്ടതായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് ഇന്ന് വെറ്റിനറി സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിദഗ്ധ സമിതിയുടെ യോഗം ചേർന്നത്. എന്നാൽ അത്തരത്തിൽ ഏത് തരത്തിൽ ദയാവധം നടപ്പാക്കണം എന്നൊരു തീരുമാനം യോഗത്തിന് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. രണ്ട് തരത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. ഒന്ന്, ഈ രോഗം കണ്ടെത്തിയ കന്നുകാലികളെ അതേ ഫാമിൽ, തിരുവിതാംകൂറിലെ വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള അതേ ഫാമിൽ തന്നെ മരുന്നുകൾ കുത്തിവെച്ച് ദയാവധം നടപ്പാക്കിയ ശേഷം അവിടെ ആഴത്തിൽ കുഴികളെടുത്ത് അവയുടെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുക എന്നതാണ് ഒരു രീതി. മറ്റൊരു രീതി, ഇവയെ ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നിട്ടോ തൃശ്ശൂരിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിച്ച് അവിടുത്തെ പ്ലാന്റിൽ ഉയർന്ന ഊഷ്മാവിൽ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. ഈ രണ്ടു തരത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. എന്നാൽ ഇതിൽ ഏത് രീതി കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ യോഗത്തിന് തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഈ രണ്ട് രീതിയിൽ ദയാവധം നടപ്പാക്കാം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കുകയും അത് വിദഗ്ധ സമിതിയുടെ ഈ ഒരു തീരുമാനം ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടർക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിനും അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ദയാവധം നടപ്പാക്കാനുള്ള തരത്തിൽ ആണ് കാര്യങ്ങൾ നീക്കുന്നത്. ഏത് തരത്തിൽ ഈ രണ്ട് രീതിയിൽ ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മാൾട്ടപ്പനി ബാധിച്ച കന്നുകാലികളെ മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ എത്തിക്കുന്നത് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് തടഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ അണുക്കളുടെ വ്യാപനം ഉണ്ടാവും. മറ്റ് കന്നുകാലിലേക്ക് കൂടി രോഗം വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്താണ് മൃഗസംരക്ഷണ ബോർഡ് അത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് ഇവയെ ദയാവധം നടപ്പാക്കുന്നതിനുള്ള തീരുമാനത്തെ എതിർത്തത്, അല്ലെങ്കിൽ അത്തരത്തിൽ നടപ്പാക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന മൃഗസംരക്ഷണ ബോർഡും വെറ്ററിനറി സർവകലാശാലയും ഇത്തരത്തിൽ തീരുമാനം കേന്ദ്രത്തോട് തന്നെ ഒരു തീരുമാനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും അത് പ്ലാന്റിൽ തന്നെ സംസ്കരിക്കാനുള്ള തീരുമാനമാണ് വരുന്നതെങ്കിൽ 84ഓളം കന്നുകാലികളെ കുഴിച്ചു മൂടുമ്പോൾ ദേശവാസികളിൽ നിന്നും ഉയരുന്ന എതിർപ്പുകൾ കൂടി കണക്കിലെടുക്കേണ്ടി വരും. അത്തരത്തിലൊരു സന്ദർഭത്തിൽ ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷമാകും ഇവ ഏത് തരത്തിൽ ദയാവധം നടപ്പാക്കണം എന്ന കാര്യത്തിൽ തീരുമാനമാവുക. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമായി ഇന്നാണ് അറഫ സംഗമം. 17 ലക്ഷത്തോളം വിശ്വാസികൾ അറഫയിൽ ഒത്തുചേരും. മധ്യാഹ്നം മുതൽ അസ്തമയം വരെയാണ് അറഫ സംഗമത്തിന്റെ സമയം. ചൂടിനെ പ്രതിരോധിക്കുന്നതും തീപിടിക്കാത്തതുമായ കൂറ്റൻ പന്തലുകൾ അറഫ മൈതാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മിന, മുസ്തലിഫ മേഖലകളിൽ പഴുതടച്ച സുരക്ഷയ്ക്കായി 20,000-ഓളം സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. നാളെയാണ് ബലിപ്പെരുന്നാൾ. ട്രാക്ടർ സമരത്തെ തുടർന്ന് ശബരിമലയിലേക്കുള്ള പൂജാ സാധനങ്ങൾ അടക്കമുള്ളവയുടെ ചരക്കു നീക്കം തടസ്സപ്പെട്ടു. നാളെ വൈകിട്ട് ഓണപൂജകൾക്കായി ശബരിമല നട തുറക്കാനിരിക്കെയുള്ള സമരം തീർത്ഥാടന പ്രതിസന്ധിയിലാക്കിയേക്കും. 2 ദിവസം മുമ്പ് ആരംഭിച്ച ട്രാക്ടർ സമരത്തെ തുടർന്നാണ് ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടത്. ശബരിമലയിലെ നിർമ്മാണ സാമഗ്രികളും പൂജാവസ്തുക്കളും ഇതോടെ പമ്പയിൽ കെട്ടിക്കിടക്കുകയാണ്. ഓണപൂജയ്ക്കായി നാളെ നട തുറക്കാനിരിക്കെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് ഓണപൂജ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി വിധി ഉള്ളതിനാൽ ട്രാക്ടർ കരാർ തൊഴിലാളികൾ സന്നിധാനത്ത് സാധനങ്ങൾ നിശ്ചിത സമയത്ത് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും ഇത് നടപ്പിലാകുന്നില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു.
ട്രാക്ടർ കരാർ തൊഴിലാളികളും ട്രേഡ് യൂണിയൻ തൊഴിലാളികളും തമ്മിലുള്ള കൂലി തർക്കത്തെ തുടർന്നാണ് സമരം നടക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ സാധനങ്ങൾ എത്തിക്കാൻ തയ്യാറാണെന്ന് യൂണിയൻ നേതാക്കളും അറിയിച്ചിരുന്നു. സന്നിധാനത്തെ ഉത്രാട സദ്യയ്ക്കും ഓണക്കോടി വിതരണത്തിനും അടക്കമുള്ള ചരക്കുകൾ പമ്പയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ജീവനക്കാർക്കടക്കം ഭക്ഷണ സാധനങ്ങൾ പോലും പമ്പയിൽ നിന്ന് മുകളിൽ എത്തുന്നില്ല. സാധനങ്ങൾ എത്താത്തത് നാളെ മുതൽ നടക്കുന്ന ചടങ്ങുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്കയുണ്ടെന്ന് ശബരിമല മേൽശാന്തിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാങ്ങോട് കുന്നത്തുകുളം ചിത്രനഗറിലെ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന തങ്കത്തിന് പീപ്പിൾ വാർത്ത തുണയായി. ഇടുങ്ങിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന 4 കുടുംബത്തിന് പ്രദേശത്തെ CPIM നേതൃത്വം പുതിയ വീട് വെച്ചു നൽകി. 45 ദിവസം കൊണ്ടാണ് ഇവർക്കുള്ള ഭവനം പണിതീർത്ത് നൽകിയത്. പുതിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ ഗൃഹനായിക തങ്കത്തിന്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നാടിന്റെ സ്നേഹോപഹാരവും കരുതലുമാണ് താൻ ഏറ്റുവാങ്ങുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. ഒരു മുറി വീടിന്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പുതിയ ഗൃഹത്തിന്റെ അടച്ചുറപ്പിലേക്ക് തങ്കവും കുടുംബവും കാലെടുത്ത് വെക്കുകയായിരുന്നു. പാങ്ങോട് കുന്നത്തുകുളം ചിത്രാനഗറിലെ വീടെന്ന് വിളിക്കാനാവാത്ത ഒറ്റമുറിയിൽ 4 അംഗ കുടുംബവുമായി കഴിയേണ്ടി വന്ന തങ്കത്തിന്റെ അവസ്ഥ പീപ്പിൾ TV വാർത്തയാക്കിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ ശാലയിലെ CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ മുൻകൈയിൽ നാണയത്തുട്ടുകൾ ശേഖരിച്ചാണ് ഭവനമൊരുക്കിയത്. തന്നോട് ജനങ്ങൾ കാട്ടിയ സീമാതീതമായ സ്നേഹത്തിന് വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയാത്തത്രയും വീർപ്പുമുട്ടുകയാണിവർ. ഞങ്ങളുടെ കിടന്ന കഷ്ടപ്പാട് കണ്ട് ബഹുമാനപ്പെട്ട സഹാക്കന്മാർ വന്ന് ഞങ്ങൾക്ക് ഈ ഉപകാരം ചെയ്തതിന് വളരെ നന്ദി. മനസ്സിലിങ്ങനെ പൊങ്ങി വരുന്ന സന്തോഷം, അത് ഇങ്ങനെ നന്ദി പറഞ്ഞ് ഞാനത് പറയുകയാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുമ്പ് ചിരിച്ചോണ്ട് ഈ ചിരിയൊന്നും അന്നില്ലായിരുന്നു. ആരുടെ മുമ്പിൽ ചിരിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. അത്ര ദുഃഖത്തിൽ ചെള്ളിയിലും വെള്ളത്തിലും കിടന്നു. അങ്ങനെ 4 പേർക്കും അസുഖം പിടിച്ച അമ്മയ്ക്കും കൊച്ചുമൾക്കും അതിനുശേഷം മരുമകൻ സുഖമല്ല. 4 പേരും ഒരു കൊച്ചു ഇടുങ്ങിയ മുറിയിലായിരുന്നു. 45 ദിവസം കൊണ്ടാണ് ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയതായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകം നടുങ്ങിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഇന്ന് 15ാം വാർഷികം. ഞെട്ടലിൽ നിന്ന് അമേരിക്കൻ ജനത ഇന്നും മുക്തമായിട്ടില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെയാണ് യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത് അൽ-ഖ്വയ്ദ ഭീകരർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ 2 ടവറുകൾ ഭീകരർ വിമാനമിടിച്ചുകയറ്റി നിശേഷം തകർത്തു. ഇതിനു പുറമെ സൈനികാസ്ഥാനമായ പെന്റഗണും ആക്രമിക്കപ്പെട്ടു. 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത 19 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം 2 ടവറുകളും നിലംപൊത്തി. അതേസമയം തന്നെ റാഞ്ചിയെടുത്ത 3ാമത്തെ വിമാനം മറ്റൊരു സംഘം വെർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചുകയറ്റി. 4ാമതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ഒരു പാടശേഖരത്ത് തകർന്നു വീണു. ഈ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് കരുതുന്നു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള 2993 പേർക്ക് ജീവൻ നഷ്ടമായി. ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിച്ചു. എന്നാൽ ലാദനെ പിടികൂടുക എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ലക്ഷങ്ങളുടെ ആൾനാശവും സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അതൃപ്തിക്കിടയാക്കി. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ലോകചരിത്രത്തിൽ സമാനതകളില്ല. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അമേരിക്ക ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മയുടെ ഫലമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വമ്പൻ ശക്തിയായി അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകളുടെ സ്ഥാനത്തുള്ള മ്യൂസിയത്തിൽ പ്രാർത്ഥനകളുമായി 100 കണക്കിന് ആളുകൾ ഇന്ന് ഒത്തുചേരും. ഇന്റർനാഷണൽ ഡെസ്ക്. കോഴിക്കോട് കാഴ്ചയില്ലാത്തവർക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും സമ്മാനിച്ചു. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. പൂക്കളെയും വർണ്ണങ്ങളെയും ആഘോഷങ്ങളെയും ഭാവനയിൽ മാത്രമാണ് ഇവർക്കറിയുക. ഓണത്തിന്റെ ചിത്രം മനസ്സിൽ വ്യക്തമല്ലെങ്കിലും ഈ ദിനം അവർക്ക് ആഹ്ലാദം നിറഞ്ഞതായിരുന്നു. കാഴ്ചയില്ലാത്തവർക്കായി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡാണ് ഓണക്കിറ്റും ഓണപ്പുടവയും സമ്മാനിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും തൊഴിലില്ലാത്തവർക്കുമാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഓണസമ്മാനം. മുനവർ അലി ശിഹാബ് തങ്ങളാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗാർമെന്റ് മെർച്ചന്റ് അസോസിയേഷനും ലയൺസ് ക്ലബിന്റെയും സഹായത്തോടെയായിരുന്നു ചടങ്ങ്. തുടർന്ന് കലാകാരന്മാർ പാട്ടും കവിതയും ആലപിച്ചു.
ഇരുട്ടിനപ്പുറത്ത് നിറങ്ങൾ പൂത്തുനിൽക്കുന്ന ഒരു ഓണക്കാലത്തിന്റെ ഓർമ്മയാവും ഇവർക്ക് ഈ ദിനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.